ഒരു മോമെന്റിൽ നമുക്കൊരു ചോദ്യം ചോദിക്കാനുള്ളൂ. യേശുവാണെങ്കിൽ ഈ വാട്സപ്പിൽ ഈ സെന്റൻസ് എഴുതി ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കണം, യേശുവാണെങ്കിൽ ഈ മോമെന്റിൽ എന്ത് ചെയ്യും? ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് എഴുതി ഇടുന്നതിന് മുമ്പ് ചിന്തിക്കണം, യേശുവാണെങ്കിൽ ഈ മോമെന്റിൽ എന്ത് ചെയ്യും? അപവാദം പറയുന്ന ഒരുത്തൻ അപവാദം പറഞ്ഞ് നമ്മുടെ പേര് മുഴുവൻ ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനെ നേരിട്ട് കണ്ട് ഇനി നീ മേലാൽ നീ ആവശ്യമില്ലാത്തത് പറയരുത് എന്ന് പറയുന്നതിന് പകരം ചിന്തിച്ചു നോക്കണം, യേശുവാണെങ്കിൽ ഈ മോമെന്റിൽ എന്ത് ചെയ്യും? നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും ഇല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ പേരിൽ പറഞ്ഞു വരുത്തുമ്പോൾ യേശുവാണെങ്കിൽ ഈ മോമെന്റിൽ എന്ത് ചെയ്യും? നമ്മുടെ നിലവാരം വേറെയാണ്. നമുക്ക് അനുതാപം വരാത്ത എന്തുകൊണ്ടാണെന്നറിയാം? നമ്മുടെ സ്റ്റാൻഡേർഡ് നമ്മൾ വളരെ താഴ്ന്ന ഒരു തട്ടിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നു, നമ്മൾ നല്ലവരാണ്. താരതമ്യ പഠനം നടത്തേണ്ടത് മറ്റുള്ള മനുഷ്യരുമായിട്ടല്ല, യേശുവുമായിട്ടാണ്. ഒരു ഉയർന്ന പ്രകാശഗോപുരം, ഒരു തേജോപുഞ്ചം പോലെ ഉയർന്നു നിൽക്കുന്ന ആ തേജസ്സിന്റെ, ആ ദൈവപുത്ര, ആ വ്യക്തിത്വത്തെ നോക്കിയാണ് ഞാൻ എൻ്റെ ജീവിതത്തെ വിലയിരുത്തേണ്ടത്. ഈ മോമെന്റിൽ ഞാൻ പെരുമാറിയത് ശരിയോ തെറ്റോ അത് ഞാൻ അളക്കേണ്ടത്, അതിനകത്തെ ശരി തെറ്റുകൾ ഞാൻ അളക്കേണ്ടത് ക്രിസ്തുവാണെങ്കിൽ ഈ മോമെന്റിൽ എന്ത് ചെയ്യും?